സാധാരണയായിട്ട് 1 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം പോലും 50 മുതൽ 80 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റ് വരാറുണ്ട്. ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ സിസ്റ്റം ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തു. ഒരു പ്രതലത്തിലല്ല അത് വരുന്നത്, സ്പ്രെഡ് ചെയ്തായതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആവശ്യമായൊരു സ്ട്രെങ്ത് അവിടെ ഉണ്ടായിരിക്കണം. റൂഫ് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ ഗസ് ചെയ്യരുത്. അതൊരു പ്രോപ്പറായിട്ട് ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്യാവൂ. ഈ ഒരു കാര്യത്തിൽ ആളുകൾ സാധാരണ ചെയ്യുന്ന വലിയ തെറ്റുകൾ എന്ന് പറയുന്നത്, ഡീലർ പറഞ്ഞതിൽ മാത്രം വിശ്വസിച്ച് മുൻപോട്ട് പോകും. അതുപോലെ പഴയ വീടിൻ്റെ ഒരു സ്ട്രെങ്ത് കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ സ്ട്രക്ചർ ഹൈറ്റ് കൂട്ടി ചെയ്യുന്ന സമയത്ത് വിൻലോഡ് ഇഗ്നർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു കോൺക്രീറ്റോ അല്ലാത്ത പ്രതലങ്ങളൊക്കെ വരുമ്പോൾ ലീക്കേജിനുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഈ മിസ്റ്റേക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വലിയ എക്സ്പെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുന്നേ റൂഫ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ആവശ്യമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ടോ തന്നെ ഈ ഒരു അഡ്വൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീക്ക് ആണെങ്കിൽ അത് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യണം. സ്ട്രക്ചർ ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം. അത് കാറ്റിനെയൊക്കെ പ്രതിരോധിക്കുന്നവയായിരിക്കണം. വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കൃത്യമായിട്ട് ഉറപ്പാക്കണം. കുറച്ച് എക്സ്ട്രാ ചിലവ് വന്നാലും ഫ്യൂച്ചറിൽ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം.